ഇന്ന് ഒരു സാറ്റർഡേ ആണ്. രാവിലെ തന്നെ കുട്ടിയും വട്ടിയൊക്കെ എടുത്ത് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. വൈകുന്നേരം ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് വാങ്ങേണ്ടത്. ചിക്കൻ, മട്ടൺ, ബീഫ് ഇതാണ് മീറ്റ് ഐറ്റംസ് വാങ്ങേണ്ടത്. പക്ഷേ ആ ഏരിയയിലേക്ക് ഞാൻ കൈ കടത്താതിരിക്കുന്നതാണ് നല്ലത്. ഇതിൽ നല്ല മീറ്റ് ഏതാണ്, എത്ര ക്വാണ്ടിറ്റി വേണം, ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ഏരിയ ഏട്ടനെ ഏൽപ്പിച്ച് ഞാൻ ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സംസാരിച്ചു വരുന്നതിനിടയ്ക്ക് പാർട്ടി എന്തിനു വേണ്ടി അറേഞ്ച് ചെയ്തതാണെന്ന് പറയാൻ മറന്നുപോയി. വേറൊന്നുമല്ല കേട്ടോ, ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമാവുകയാണ്. ഞങ്ങളുടേത് അറേഞ്ച് മാരേജാണ്. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം 6.5 വർഷത്തോളമായി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വളരെ ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടും അതിലും പൂർവാധിത ശക്തിയോടെ തമ്മിൽ സ്നേഹിച്ചും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ മാത്രമല്ല ഇങ്ങനെയെന്ന് എനിക്കറിയാം. ഏകദേശം എല്ലാ ഫാമിലിയിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. മീറ്റ് വാങ്ങാൻ വന്ന കാര്യം പറഞ്ഞ് വഴിതെറ്റിയാണ് കല്യാണ കാര്യത്തിലേക്ക് പോയത്. മീറ്റും കല്യാണവും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ അല്ലേ, പിന്നെ എങ്ങനെ ആ ടോപ്പിക്കിലെത്തി? അതവിടെ നിൽക്കട്ടെ. ഞങ്ങളിതൊക്കെ വാങ്ങാൻ വന്നിരിക്കുന്നത് ഗാനയിൽ ടേമയിലുള്ള ഒരു ഷോപ്പിംഗ് മാളിലാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഫ്രഷ് മീറ്റ്, ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞാലും വെറുതെ ഷോപ്പിംഗ് മാളിൽ കിടന്ന് കറങ്ങുന്നത് അതെനിക്കൊരു വീക്ക്നെസ്സാണ്. എൻ്റെ സ്വന്തം മോനായോണ്ടാണോ എന്നറിയില്ല, ഈ കാര്യത്തിൽ എന്നെക്കാളും ഭീകരനാണ് അയിനു. ഇത്തവണ അയിനു ഈ ഒരു ഏരിയ വിട്ട് വേറെ എവിടെയും പോയില്ല. ഗാനയിൽ ക്രിസ്മസ് കാലമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഷോപ്പിലും ഇതുപോലുള്ള സാന്റാക്ലോസും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാവും. കുറേയൊക്കെ അവർ ഷോപ്പ് ഡെക്കറേറ്റ് ചെയ്യുന്നതും പിന്നെ കുറേയൊക്കെ അവർ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നതുമാണ്. ഇനി ക്രിസ്മസ് കഴിയുന്നത് വരെ അയിനൂനെയും കൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ട നമ്മൾ തന്നെ സ്റ്റക്കായി പോവും, പിന്നല്ലേ അയിനു. അങ്ങനെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. വീട്ടിലെത്തിയ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് വീഡിയോ എടുത്താൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നടക്കൂ, ഒന്നുകിൽ കുക്കിംഗ് അല്ലെങ്കിൽ വീഡിയോ എടുക്കൽ. വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ഞാൻ എൻ്റെ എല്ലാ പണികളും തീർത്തു. 7:30 ആകുമ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നു തുടങ്ങി. അങ്ങനെ വലിയ ഗ്രാൻഡ് പാർട്ടിയൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ കൂടെയുള്ള ഒരു ചെറിയ പാർട്ടി. എല്ലാവരും കൂടെ ഇരുന്ന് പറ്റുന്നത്ര സമയം സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യും. വീട്ടിനകത്ത് മക്കളൊക്കെ കളിക്കുവാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ പിന്നെ അവരൊക്കെ സൈലൻ്റ് ആവും. അതുകൊണ്ട് അധിക നേരം ഞാൻ അവിടെ നിന്നില്ല. ഈ ഒരു ചെറിയ ഷോട്ട് അത് ഞാൻ അവരറിയാതെ എടുത്തതാണ്. അങ്ങനെ 5 വർഷം കംപ്ലീറ്റ് ആക്കിയതിൻ്റെ സന്തോഷം ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ സന്തോഷിക്കുന്ന മൊമെൻറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനും അതേ സന്തോഷത്തോടു കൂടി ആ മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്യാനും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രമേ പറ്റൂ. നാട്ടിൽ നിന്ന് വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വെവ്വേറെ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഒരു ഫാമിലി പോലെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ മാത്രമായി പോകുന്ന ഞങ്ങളുടെ ഈ ഒരു മൊമെൻറ്റ് ഏറ്റവും ഹാപ്പി ആക്കി തന്നത് അവരൊക്കെ തന്നെയാണ്. കേക്ക് കട്ടിങ്ങിന് ശേഷം കുറച്ച് ഗെയിംസും പാട്ടും ഒക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇപ്പോൾ കുറച്ച് പാർട്ടികളിലായിട്ട് ഞങ്ങൾ കളിക്കുന്ന ഗെയിമാണ് തമ്പോലം. ഗാനയിലെത്തിയതിന് ശേഷമാണ് ഞാനിത് കേൾക്കുന്നത് തന്നെ. ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഗെയിമിലൊക്കെ വിൻ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത്. രാവിലെ തന്നെ ഗിഫ്റ്റ് വാങ്ങാൻ പറഞ്ഞേച്ച് ഷോപ്പിലെത്തി അതും മറന്ന് അവിടെ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങി വന്ന കെട്ടിയോനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അതിനിടയിൽ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാൻ മറന്നുപോയി. സ്റ്റാർട്ടേഴ്സൊക്കെ ഞങ്ങൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് മെയിൻ കോഴ്സാണ്. അത് ഗീ റൈസും മട്ടൻ കറിയാണ്. പിന്നെ ഡെസേർട്ടായിട്ട് കസ്റ്റാർഡും. ഗീ റൈസ് എനിക്ക് ഉണ്ടാക്കി തന്നത് ജിഷേച്ചിയാണ്, കസ്റ്റാർഡ് ലക്ഷ്മി ചേച്ചിയും. മട്ടൻ കറി പിന്നെ എൻ്റെ സ്വന്തമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളിലൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത് ഇവരാണ്. മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ പുറത്തെ ഗെയിംസിലൊക്കെ തന്നെയായിരുന്നു. എന്തൊക്കെയോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കും എൻ്റെ കെട്ടിയവനും ഒരു പ്രത്യേക കഴിവായതുകൊണ്ട് എല്ലാം പാളിപ്പോയി.
പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് പാട്ടൊക്കെ പാടി. ഇതാണ് ഞങ്ങളുടെ പാർട്ടിയിലെ മെയിൻ ഐറ്റം, ഡംഷറാട്സ്. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഞങ്ങൾ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ആഘോഷിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.